പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് അറുതി വരുന്നില്ല. ഏതാണ്ട് മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും കഴിഞ്ഞ രാത്രിയിൽ ഇസ്രയേലിൻ്റെയും ഇറാൻ്റെയും ഒക്കെ ആകാശത്ത് തീമഴ പെയ്തിറങ്ങുന്നു എന്നാണ് അവിടെ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇസ്രയേൽ ആദ്യ ആക്രമണം നടന്ന് 24 മണിക്കൂറിന് ശേഷവും കനത്ത ആക്രമണം തന്നെ ഇറാന് നേരെ നടത്തി. ഇറാൻ പ്രത്യാക്രമണവും നടത്തിയിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ ഹൈഫൈ എന്ന് പറയുന്ന തുറമുഖ നഗരത്തിന് നേരെയാണ് കടുത്ത ആക്രമണം നടത്തിയത്. ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇസ്രായേൽ വംശജരായ 4 പേർ കൊല്ലപ്പെട്ടു, 40ഓളം പേർക്ക് പരിക്കേറ്റു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. അതായത് അയൺ ഡോം ഉൾപ്പെടെയുള്ള ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വീണ്ടും തകർക്കാൻ ഇറാന് സാധിച്ചു. നേരത്തെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപം വരെ ആക്രമണം നടത്താൻ ഇറാന് സാധിച്ചിരുന്നു. ലോകത്തിനു മുന്നിൽ ഇറാന് അതൊരു വലിയ നേട്ടമായി ഉയർത്തിപ്പിടിക്കാനും സാധിക്കും. ഇസ്രയേൽ കനത്ത തിരിച്ചടി നൽകിയിട്ടുണ്ട്. ഇസ്രയേൽ ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ വലിയ ആക്രമണങ്ങൾ നടത്തുന്നത്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അതായത് ബുഷ്ഹാൻ പ്രവിശ്യയിലെ പാൾസ് റിഫൈനറി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഈ എണ്ണപ്പാടം നിന്ന് കത്തുന്നു എന്നതിൻ്റെ സൂചനകൾ പുറത്തേക്ക് വരുന്നു. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് ഈ പാൾസ് റിഫൈനറിയിൽ നിന്നുള്ള എണ്ണ വിൽപ്പനയിലൂടെയാണ്. ആഭ്യന്തരമായ വിൽപ്പന, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്നതൊക്കെ ഇവിടെ നിന്നാണ്. ഈ മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ആക്രമണം ശക്തമായതോടുകൂടി പുടിൻ ട്രംപിനെ ഫോണിൽ വിളിച്ച് ആശങ്ക അറിയിച്ചിരുന്നു. എന്നാൽ ട്രംപ് പറയുന്നത് ഇസ്രായേൽ നടത്തുന്ന ആക്രമണമാണെന്ന് പറയുന്നു. പക്ഷേ അമേരിക്കയുടെ വ്യക്തമായ പിന്തുണയില്ലാതെ ഇത്തരമൊരു ആക്രമണം നടത്തില്ല എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല ഇറാൻ ഇസ്രായേലിന് നേർക്ക് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുമ്പോൾ അതിനെ അവർക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയ വീഴ്ചയാണ്. കാരണം ദീർഘദൂര, ഹ്രസ്വദൂര, മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെയൊക്കെ ഒരു വലിയ ശേഖരമുള്ള രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ അയൺ ഡോമിന് ഉൾപ്പെടെ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. ഇറാൻ തങ്ങളുടെ രാജ്യത്ത് നിന്ന് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കുമ്പോൾ സാധാരണ വിമാനങ്ങളൊക്കെ പോകുന്നത് പോലെയല്ല, നേരെ റോക്കറ്റ് പോകുന്നത് പോലെ ഭൗമാന്തരീക്ഷത്തിന് മുകളിലേക്ക് പോകുന്നു. സ്പേസിലൂടെ സഞ്ചരിച്ച് ഇസ്രയേലിൻ്റെ വ്യോമാതിർത്തിയിലെത്തി എവിടെയാണോ ലക്ഷ്യം ആ ടാർഗറ്റിലേക്ക് കൃത്യമായിട്ട് പതിപ്പിക്കാൻ സാധിക്കുന്നു. ഒരു പക്ഷേ ഇത് അവരുടെ ഹൈപ്പർസോണിക് മിസൈൽ ആണോ എന്ന് പോലും സംശയിക്കുന്നുണ്ട്. കാരണം ഇറാനും നോർത്ത് കൊറിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹൈപ്പർസോണിക് മിസൈലുകൾ വിപുലപ്പെടുത്തുന്നു, അതിൻ്റെ ഗവേഷണ പരിപാടികൾ ആരംഭിച്ചു എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നതാണ്. അപ്പം ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിന് സമാനമായ അപകടകാരിയായ മിസൈലുകളാണ് ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ. ഇത് വളരെ വേഗതയിലായിരിക്കും എത്തുക. ഏതാണ്ട് ശബ്ദത്തേക്കാൾ 8 മുതൽ 12 മടങ്ങ് വരെ വേഗത്തിൽ സഞ്ചരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ മിസൈലുകൾ ഇസ്രായേലിൻ്റെ ടാർഗറ്റിലേക്ക് എത്തുമ്പോൾ കൂടുതൽ വേഗത കൈവരിക്കുകയും അവിടുത്തെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ പെൻറ്റഗൺ എന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോലും കേടുപാടുകൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ കെട്ടിടങ്ങൾ തകർക്കാൻ ഇറാന് സാധിച്ചത്. ഇതോടുകൂടി അമേരിക്ക പതുക്കെ രംഗപ്രവേശം ചെയ്യുന്നു. അതായത് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളൊക്കെ തന്നെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് നീങ്ങുകയാണ്. ഈ ബാലിസ്റ്റിക് അല്ലെങ്കിൽ സൂപ്പർസോണിക് മിസൈലുകളൊക്കെ നേരിടാൻ വേണ്ടിയുള്ള USS തോമസ് ഫട്ട്നർ എന്ന് പറയുന്ന യുദ്ധക്കപ്പലാണ് ഇപ്പോൾ പടിഞ്ഞാറൻ മെഡിറ്ററേനിയൻ മേഖലയിൽ നിന്ന് കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സൂപ്പർസോണിക്, അതായത് ഹൈപ്പർസോണിക് മിസൈലുകൾ എന്ന് പറയുന്ന ഇറാൻ്റെ തന്ത്രപ്രധാനമായ മിസൈൽ അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടയാൻ ലോകത്തെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും നിലവിൽ കഴിയില്ല. അത്തരത്തിൽ ഏതാണ്ട് 200ഓളം റോക്കറ്റുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ കുറേയൊക്കെ ഇസ്രായേൽ അത് പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു നീക്കമെന്ന് പറയുന്നത് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ നീങ്ങി വരുന്നു. അതായത് USS നിമിറ്റ്സ് എന്ന് പറയുന്ന കാരിയർ, USS ജോർജ് വാഷിങ്ടൺ എന്ന് പറയുന്ന കപ്പൽ, ഒന്ന് ഇൻഡോ പസഫിക് മേഖലയിലും മറ്റൊന്ന് ജപ്പാൻ തുറമുഖത്ത് വരുന്നു. ഈ 2 കപ്പലും ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതും ഈ പറയുന്ന അറബ് മേഖലയിലേക്കാണ്. അപ്പോൾ ചെങ്കടലിലെ വാണിജ്യ സൈനിക കപ്പലുകൾക്ക് നേരെ ഹൂത്തികളെ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തുമെന്നതിൻ്റെ വ്യക്തമായ സൂചന പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ USS കാൾ വിൽസൺ എന്ന് പറയുന്ന കപ്പൽ അറേബ്യൻ കടൽ കടന്നിട്ടുണ്ട്. മേഖലയിൽ ആർമിയുടെ എണ്ണം 40,000-ൽ നിന്ന് 43,000-ആയിട്ടൊക്കെ അമേരിക്ക വർദ്ധിപ്പിച്ചതിന് കാരണം ഇത്തരത്തിലുള്ള ഒരു ആക്രമണ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. നേരത്തെ ട്രംപുമായിട്ടുള്ള ചർച്ചയെ തുടർന്ന് ഹൂത്തികൾ ആക്രമണം നടത്തില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതോടുകൂടി ഹൂത്തികൾ രംഗപ്രവേശം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്.
അപ്പോൾ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാന് ഇസ്രയേലിനെ തകർക്കാം. ഇപ്പോൾ അയത്തുള്ള അലി ഖമനേയി പറയുന്നത് ഞങ്ങൾ വളരെ വിനാശകരമായ ആക്രമണത്തിന് തുടക്കമിടുകയാണ്. 2000 മിസൈലുകളായിരിക്കും ഒന്നിച്ച് ഇനി ഇസ്രയേലിലേക്ക് പോവുക. നേരത്തെ ടെല്ലവീവിലും അതുപോലെ തന്നെ ജെറുസലേമിലും ഒക്കെ തന്നെ ഇറാൻ്റെ മിസൈലുകൾ പതിച്ചു. അതിനുശേഷമാണ് ഹൈഫൈ എന്ന് പറയുന്ന തുറമുഖ നഗരത്തിന് നേരെ ആക്രമണം നടത്തിയത്. ഇന്ത്യയിലെ അദാനി അവിടെ ഒരു പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ പോർട്ടിലേക്ക് ഉൾപ്പെടെയുള്ള ചരക്ക് ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെടുന്ന രീതിയിലുള്ള ഒരു വിനാശകരമായ ആക്രമണം നടന്നു എന്നാണ് വിവരം പുറത്തു വരുന്നത്. കാരണം ഈ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തന്ത്രപ്രധാനമാണ്. ഏതാണ്ട് 90,000-ഓളം അധികം ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഹൈഫൈ മേഖല. അവിടേക്ക് ആക്രമണം നടത്തിയെന്ന് പറഞ്ഞാൽ ഇസ്രയേലിനുള്ളിൽ പഴുതുകൾ കണ്ടെത്താൻ ഇറാന് സാധിച്ചു എന്നാണ് അർത്ഥം. പക്ഷേ ഇസ്രയേലിനെ സഹായിക്കാൻ എന്ന നിലയിൽ യുദ്ധക്കപ്പലുകളെല്ലാം തന്നെ ഈ അറേബ്യൻ സീയിലേക്ക് നീങ്ങി മിഡിൽ ഈസ്റ്റ് ഭാഗത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ അമേരിക്ക പറയുന്നത് ഇത് ഞങ്ങൾ ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ അവർ പ്രതിരോധിക്കും. ആ പ്രതിരോധത്തിന് ഒരു പിന്തുണ നൽകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കപ്പലുകൾ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ഷോർട്ട് റേഞ്ച്, ലോങ് റേഞ്ച്, ദീർഘദൂര മിസൈലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചാൽ ഒരുപക്ഷെ അയൺ ഡോമിന് അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നൊരു സംശയമുണ്ട്. കാരണം ലോകത്തെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യമാണ് ഇസ്രയേൽ. ആ ഇസ്രയേലിൻ്റെ തന്ത്രങ്ങളെ പൊളിക്കാൻ അവർക്ക് സാധിച്ചു. ഇതേ രീതിയിൽ തന്നെയാണ് ഇസ്രയേൽ തിരിച്ചടി നൽകിയത്. കാരണം ഈ എണ്ണപ്പാടങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയും ആക്രമിക്കരുതെന്ന് കഴിഞ്ഞ മെയ്യിൽ ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്തായിരുന്നു. എന്നാൽ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആക്രമണം കടുപ്പിക്കുന്നു. നഥാൻസ് ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് മേൽ ശക്തമായ ആക്രമണം നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ബുഷ്ഹർ പ്രവിശ്യയിലെ പാർസ് റിഫൈനറി എന്ന് പറയുന്ന ഓയിൽ ഫീൽഡിലേക്ക് ആക്രമണം നടത്തിയതും. അപ്പം വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നതോടുകൂടി ഇറാനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക തലപ്പത്തുള്ളവരെല്ലാം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന അവിടുത്തെ ആത്മീയ നേതാവ് എന്ത് തീരുമാനമെടുക്കുമെന്നത് ലോകം ആശങ്കയോടെ കാണുകയാണ്. നിലവിൽ ഇസ്രായേലിൻ്റെ കയ്യിൽ ഏതാണ്ട് 80ഓളം ആണവായുധങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇറാൻ്റെ കയ്യിൽ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് 90%-ലേക്ക് എത്തിയതും 8 മുതൽ 15 വരെ ആണവ പോർമുനകൾ ഇറാൻ്റെ പക്ഷത്തുമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമായാൽ ഇത്തരത്തിലുള്ള ആണവായുധങ്ങൾ പോലും ഉപയോഗിക്കുമോ എന്നുള്ള വലിയൊരു സംശയം നിൽക്കുകയാണ്. അപ്പം ഇസ്രയേലും അമേരിക്കയും തമ്മിൽ ഒരു കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ആക്രമണം എന്നതിൻ്റെ വിവരങ്ങൾ ഇപ്പം കൃത്യമായിട്ട് പുറത്തു വരുന്നുണ്ട്. കാരണം ഈ ആണവ കരാറിൽ ഏർപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്ക ഇറാന് 60 ദിവസത്തെ സമയമാണ് അനുവദിച്ചിരുന്നത്. ഈ 60 ദിവസം കഴിഞ്ഞ് 61ാമത്തെ ദിവസം തന്നെ കൃത്യമായിട്ട് ഇസ്രയേൽ ഇറാന് നേരെ ആക്രമണം തൊടുത്തുവിടുകയായിരുന്നു. ഈ ആക്രമണം ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ട്രംപ് നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിലും അത് ശരിയല്ല എന്ന് ഇറാൻ തന്നെ ഇപ്പോൾ വ്യക്തമാക്കി. ഇപ്പോൾ ഇറാൻ നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പ്, ഞങ്ങളെ എന്തെങ്കിലും ഇസ്രയേൽ കൂടുതൽ ആക്രമണം നടത്തിയാൽ US-ൻ്റെ, UK-യുടെ, ഫ്രാൻസിൻ്റെ ഒക്കെ തന്നെ സൈനിക താവളങ്ങളെ, കപ്പലുകളെ ഞങ്ങൾ ആക്രമിക്കും. കാരണം അറബ് രാജ്യങ്ങളിലൊക്കെ തന്നെ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. ഈ മേഖലയിലേക്ക് കടുത്ത ആക്രമണം നടത്തും. 2000-ഓളം മിസൈലുകൾ ഒരുമിച്ച് ഞങ്ങൾ വിക്ഷേപിക്കും. അപ്പോൾ പ്രോക്സികൾ ദുർബലമായതുകൊണ്ട് ഇറാൻ ദുർബലമായിട്ടില്ല. മിസൈലുകളുടെ ഒരു വലിയ ശേഖരം അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ പെൻറ്റഗൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹെഡ് ക്വാർട്ടേഴ്സിനും പോലും ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചത്. ഹൈഫൈ തുറമുഖത്തിന് കുഴപ്പങ്ങൾ സംഭവിക്കുന്നു, ജെറുസലേം നഗരത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇറാൻ രണ്ടും കൽപ്പിച്ച് രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇസ്രയേലും അമേരിക്കയും കൂടെ യുദ്ധക്കപ്പലുകളുമായിട്ട്, ഡിസ്ട്രോയറുകളുമായിട്ട് മുന്നോട്ടേക്ക് നീങ്ങുന്നു. അപ്പോൾ ഇതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഒരു ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും കഴിഞ്ഞ ഒരു 1-2 വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു പതിറ്റാണ്ടായിട്ട് തുടരുന്ന ഇസ്രയേൽ ഇറാൻ നിഴൽ യുദ്ധമാണ് ഇപ്പോൾ ഒരു പ്രത്യക്ഷ യുദ്ധമായി മാറിയിരിക്കുന്നത്. ഈ രീതിയിലുള്ള യുദ്ധം തുടർന്നാൽ ആയിരങ്ങൾ കൊല്ലപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അന്തിമമായിട്ട് ഇറാനെ തീർത്തു കെട്ടുക എന്നതായിരിക്കും ഇസ്രയേലിൻ്റെ ലക്ഷ്യം. ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാജ്യത്തെ തുടച്ചു മാറ്റുക എന്നാണ് ഇറാൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ തീമഴ ഇനിയും ഇരു രാജ്യങ്ങൾക്ക് മുകളിലേക്ക് പെയ്തിറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.